ഒരാളിങ്ങനെ പറയുന്നു, മറ്റവൻ പറയും നിൻ്റെ തന്തയുടെ തന്ത, കൈയടിച്ചു. അതിന് റേറ്റിംഗ് കിട്ടുമെന്നാണ് പറയുന്നത്. തന്തയ്ക്ക് വിളിച്ചാൽ റേറ്റിംഗ് കിട്ടും എന്ന് പറയുന്ന ഒരു സംസ്കാരത്തിലേക്ക് മാധ്യമങ്ങൾ ഈ പോകുന്നു. ഈ പഴയ ഹിന്ദി സിനിമയിലൊക്കെ ഈ സിനിമയുടെ ടെമ്പോ ഇങ്ങനെ താഴേക്ക് പോയി കഴിയുമ്പോഴേക്കും ഹെലൻ എന്ന് പറയുന്ന, ഓർക്കണ്ടേ, ഹെലൻ എന്ന് പറയുന്ന ഒരു നർത്തകി ഉണ്ടായിരുന്നു. എൻ്റെ പ്രായത്തിലുള്ളവർക്കേ അറിയാൻ പറ്റുള്ളൂ, ബാക്കിയുള്ളവർക്കൊന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഈ സംവിധായകൻ ഹെലന രംഗത്തേക്ക് ഇറക്കിയിട്ട് ഹെലൻ വന്നൊരു കാബറെ നൃത്തം നടത്തുന്നതോടുകൂടി ഫിലിമിൻ്റെ ടെമ്പോ വീണ്ടും കറന്ന് നായകനും വില്ലനും വീണ്ടും വരുന്ന രീതിയിൽ. ഇനി മാധ്യമങ്ങൾ ഏറെ താമസിയാതെ അത്തരം ഒരു അവസ്ഥയിലേക്ക് കൂടി പോകില്ല എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. വിശ്വാസ്യത നഷ്ടപ്പെട്ട മാധ്യമമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ളത്. ഇന്നും മാധ്യമങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ധർമ്മം എവിടെയെങ്കിലുമൊക്കെ സംഘർഷമില്ലെങ്കിൽ അതുണ്ടാക്കുക എന്നുള്ളത് മാധ്യമങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള, ഇന്ന് വളരെ സജീവമായി ഏറ്റെടുത്തിട്ടുള്ളൊരു പ്രധാനപ്പെട്ട ധർമ്മമാണ്. അപ്പോൾ എനിക്ക് മാതൃകയായ റിപ്പോർട്ടർ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും സഞ്ജയനായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. കുരുക്ഷേത്ര യുദ്ധം മുഴുവനും റിപ്പോർട്ട് ചെയ്തത് സഞ്ജയനായിരുന്നു. ആ കുരുക്ഷേത്ര യുദ്ധം റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് സഞ്ജയൻ്റേതായ ഒരു കാര്യവും അതിൽ കൂട്ടിച്ചേർത്തിട്ടില്ല. എന്താണോ നടന്ന രീതിയിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ധൃതരാഷ്ട്രരുടെ മക്കൾ മരിക്കുമ്പോഴും അവർ മരിച്ചു, അവർ ഇന്നിന്ന കാരണങ്ങൾ കൊണ്ടാണ്, ഇന്നിന്ന രീതിയിലാണ് എന്ന് ധൃതരാഷ്ട്രരോട് പറയുക എന്നൊരു ദൗത്യം. അതൊരു വളരെ മാതൃകാപരമായ ഒരു റിപ്പോർട്ടിംഗ് രീതിയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ റിപ്പോർട്ടിങ്ങിൻ്റെ സ്വഭാവം മാറിയിട്ടുണ്ട്. അവർ റഫറിയുടെ സ്ഥാനത്ത് നിന്ന് കളിക്കളത്തിൽ ഇറങ്ങി സെൻട്രൽ ഫോർവേഡ് കളിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വരുന്നത്. പക്ഷെ ഒരു റഫറിയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് എന്താണോ നടന്നതിൻ്റെ വസ്തുതകളായി അവതരിപ്പിക്കുന്ന ഒരു രീതി മാധ്യമപ്രവർത്തനത്തിൽ ക്രമേണ ഇല്ലാതെ ആയി എന്ന വസ്തുത ഇന്നാരെങ്കിലും നിഷേധിക്കും എന്ന് തോന്നുന്നില്ല. അത് ആളുകൾ പറയുന്ന രീതിയിൽ ഒരു പുതിയ മാധ്യമം വന്ന് അപ്പം ഞങ്ങൾക്ക് തിരക്ക് കൂടിയിട്ട് എഡിറ്റർ ഇല്ലാതെയായി, അതുകൊണ്ട് ഞങ്ങൾ തോന്നിയത് പറയുന്നു. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ തോന്നിയത് പറയുന്നതിനുള്ളൊരു സ്ഥലമല്ല മാധ്യമം. തോന്നിയാക്ഷരം എഴുതുന്നതിന് വേണ്ടിയിട്ട് കവികൾക്കും മറ്റുള്ളവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ഒരു മാധ്യമ പ്രവർത്തകന് ഇല്ല എന്നുള്ള വസ്തുത മാധ്യമപ്രവർത്തകർ മറന്നു പോകുന്നു എന്നത് ദുഃഖകരം തന്നെയാണ്. അതിൻ്റെ ഫലം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് വരാം, ഇപ്പം എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം. പക്ഷേ അപ്പം അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഒരു വസ്തുതകളാക്കി ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുക എന്ന് പറയുന്ന ദൗത്യം, ആ ദൗത്യമാണ് ഇന്ന് മാധ്യമപ്രവർത്തനം നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി. ആ ദൗത്യം ക്രമേണ അസ്തമിച്ചിരിക്കുന്നു എന്നതാണ് വസ്തുത. അഭിപ്രായങ്ങൾ പറയാൻ പത്രങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. വസ്തുതകളെ മറച്ചു വെക്കുകയോ വസ്തുതകളെ പെരുപ്പിച്ച് കാണിക്കുകയോ വസ്തുതകളെ വക്രീകരിക്കുകയോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഒരു മാധ്യമത്തിനുമില്ല. ഇന്ന് നടക്കുന്നത് അതാണ്. അഭിപ്രായങ്ങളൊരു മാധ്യമത്തിന് അതിൻ്റെ അഭിപ്രായം സ്വീകരിക്കാം, അവർക്ക് അവരുടെ അഭിപ്രായം ഉണ്ടാകും. ആ അഭിപ്രായം അവർക്ക് എഡിറ്റ് പേജിൽ പറയാം, അല്ലാത്തതിൽ പറയാം, അവർക്ക് ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുക, ഇതൊക്കെ ചെയ്യാം. അതിലൊന്നൊരു കുഴപ്പമില്ല, അവർ ചെയ്യട്ടെ. അതിലൊന്നും ജനങ്ങൾ അങ്ങനെ കാര്യമായ ഒരു പരിഗണന കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് കേരളത്തിലെ അനുഭവത്തിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം. ഈ മാതൃഭൂമിയും മനോരമയും കേരളത്തിലെ മൊത്തം മാധ്യമങ്ങൾ നിയന്ത്രിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ആ രണ്ട് പത്രങ്ങളാണ് അന്ന് ആരൊക്കെ രാഷ്ട്രീയക്കാരാകണം, ആരൊക്കെ അല്ലാത്തവരാകണം, ആരൊക്കെ സാഹിത്യത്തിൽ വരണം, ഇതൊക്കെ തീരുമാനമെടുത്തിരുന്ന ഈ രണ്ട് പത്രങ്ങളായിരുന്നു. ആരെങ്ങനെ ചിന്തിക്കണം എന്നൊക്കെ ഉപദേശം കൊടുത്തിരുന്നത് ഈ രണ്ട് പത്രങ്ങളായിരുന്നു. ആ രണ്ട് പത്രങ്ങളും ഒരിക്കൽ പോലും LDFന് അനുകൂലമായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. മാതൃഭൂമിക്ക് അതിൻ്റെ സ്വതന്ത്രമായ കാഴ്ചപ്പാട് എന്ന നിലക്ക് കോൺഗ്രസിൻ്റെ ഒരു പാരമ്പര്യത്തിൽ വന്നുകൊണ്ട് കോൺഗ്രസിൻ്റെ ഒരു പാരമ്പര്യവും
അതിൻ്റെ രീതിയിൽ കോൺഗ്രസിനെ സഹായിക്കുക എന്ന് പറയുന്നൊരു സമീപനം മാതൃഭൂമി എടുത്തിരുന്നു. അതിൻ്റെ ആദ്യത്തെ കാലത്തുള്ള നേതാക്കളും പിന്നീട് വന്നവരും അത് ആ ഒരു പാരമ്പര്യത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇപ്പോഴാണ് ചെറിയ മാറ്റങ്ങൾ. ഇപ്പം എന്ത് മാറ്റം സംഭവിച്ചു എന്നുള്ള കാര്യം അവർക്കും അറിയില്ല, നാട്ടുകാർക്കും അറിയില്ല എന്നുള്ള സ്ഥിതിക്ക് പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അങ്ങനെ എടുത്തിരുന്നു. മലയാള മനോരമയാണെങ്കിൽ മാത്തുക്കുട്ടിയാച്ചായൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്, മാർക്സിസം ലോകത്തിന് ഗുണം ചെയ്യുന്ന ഒരു തത്വസംഹിതയാണ് എന്ന് ഞാൻ കരുതുന്നില്ല, അതുകൊണ്ട് അതിനെ എതിർക്കുക എന്നതാണ് ഞങ്ങളുടെ ശീലം എന്ന് പരസ്യമായി പറഞ്ഞൊരാളാണ്. ഈ രണ്ട് മാധ്യമങ്ങളും കോൺഗ്രസിനെയാണ് പിന്തുണച്ചിരുന്നത്. പക്ഷേ ഒന്നിടപെട്ട സന്ദർഭങ്ങളിൽ ഇടതുപക്ഷം അധികാരത്തിലെത്തിയിട്ടുണ്ട്. ഇവർ രണ്ട് പത്രങ്ങളുടെയും സഹായമില്ലാതെയാണ് അവർ അധികാരത്തിൽ വന്നേക്കുന്നത്. ആ വന്ന സമയത്താണ് EMS ഒരിക്കൽ എന്തോ EMSൻ്റെ ഒരു അഭിപ്രായം ശരിയാണെന്ന് മനോരമ ഒരു കമൻ്റ് എഴുതിയപ്പോൾ EMS അന്ന് വൈകുന്നേരം തന്നെ പ്രസംഗിച്ച്, എനിക്ക് എന്തോ അടിസ്ഥാനപരമായിട്ട് തെറ്റ് പറ്റുന്നുണ്ട്, കാരണം ഞാൻ ശരിയാണെന്ന് മനോരമ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എനിക്ക് എന്തോ തെറ്റ് പറ്റിയിരിക്കുന്നു എന്നാണ് എന്ന് EMS പകുതി കളിയായും കാര്യമായി അതിനോട് കമൻ്റ് ചെയ്യുകയും ചെയ്തു. ഞാൻ സൂചിപ്പിക്കുന്നത്, ഇവരെന്തൊക്കെ പറഞ്ഞാലും, മാധ്യമങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അവരുടെ സ്വാധീനം ഇത്രയേ അന്നും ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ്. മലയാള മനോരമയും മാതൃഭൂമിയും രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായ കാര്യങ്ങളിൽ നിർണായകമായ സ്വാധീനം ചെലുത്തി ജനങ്ങൾക്ക് ദിശാബോധം നൽകിയിരുന്നു എന്ന് പറഞ്ഞിരുന്ന കാലത്ത് അവർ പറയുന്ന രീതിയിലായിരുന്നില്ല കേരളത്തിലെ ജനങ്ങൾ ചിന്തിച്ചതും പ്രവർത്തിച്ചതും എന്നതിന് ഇതിനേക്കാൾ നല്ലൊരു ഉദാഹരണം വേറെ എടുക്കാനില്ല. ഇന്നിപ്പോൾ അത് കുറെ കൂടി കൂടിയിട്ടുണ്ട് എന്ന് മാത്രമാണ്, കുറഞ്ഞിട്ടില്ല. ഇപ്പോൾ മാധ്യമങ്ങൾ വരുന്നതിൽ വസ്തുതകളുമായിട്ടാണ് മാധ്യമങ്ങൾ കലഹിക്കുന്നത്. ഇവിടെ നേരത്തെ രാജശേഖരൻ പണിക്കർ പറഞ്ഞ ഒരു കാര്യം, ഫാസിസം നാവടക്കൂ പണിയെടുക്കൂ എന്ന് പറഞ്ഞപ്പോൾ നാവടക്കി പണിയെടുത്ത പാരമ്പര്യവും കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്കുണ്ട് എന്ന കാര്യം അവർ സൗകര്യപൂർവ്വം മറക്കാറുണ്ടെങ്കിലും ജനങ്ങളത് മറന്നിട്ടില്ല. എങ്ങനെയാണ് നാവടക്കിയിട്ട് ഒരു മാധ്യമപ്രവർത്തകൻ പണിയെടുക്കുക? എങ്ങനെ എടുക്കാൻ പറ്റും? ഇന്ദിരാഗാന്ധി നാവടക്കി പണിയെടുക്കാൻ പറഞ്ഞപ്പോൾ നാവ് എന്തിനാ, ഞങ്ങൾക്ക് നാവേ ആവശ്യമില്ല, എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത നാവ് എന്ന് പറഞ്ഞ് പണിയെടുത്ത പാരമ്പര്യവും കൂടി നമ്മൾ മഹത്തായ ഇത് കേരളമാണ് എന്ന് പറയുമ്പോൾ അതുകൂടി ഒന്ന് ഓർത്താൽ നന്നായിരിക്കും. മുജ്ജന്മ സുഹൃതം കൊണ്ടാണ് അടിയന്തരാവസ്ഥയെ എതിർക്കാൻ അന്ന് കഴിഞ്ഞത് എന്ന് ഞാൻ ഓർക്കുന്നു. അടിയന്തരാവസ്ഥക്കെതിരെ 7 ദിവസം സമരം നടന്ന ഒരൊറ്റ കലാലയമേ ഈ കേരളത്തിലല്ല ഇന്ത്യയിലുള്ളൂ, അത് മഹാരാജാസ് കോളേജാണ്. ആ 7 ദിവസ സമരത്തിലും പങ്കെടുത്ത ഒരാളാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അന്ന് ഞങ്ങൾ ഒറ്റുകൊടുക്കുന്ന രീതി ചെയ്ത ഒരു മനുഷ്യനാണ് ഇപ്പോൾ ഫാസിസത്തിനെതിരെ ഇടക്കിടക്ക് ഇങ്ങനെ ഉറഞ്ഞു തുള്ളുന്ന ശ്രീ ബിനോയ് വിശ്വം. സത്യമായിട്ട് പറയണമല്ലോ, കാരണം എൻ്റെ വിഷയം എന്താണ്? വാർത്താ അവതരണത്തിലെ സത്യവും മിഥ്യയുമാണ്. അപ്പോൾ അന്ന് ഇതിനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് ഇതാ ഒറ്റ പാർട്ടി മതി എന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടി തീരുമാനിച്ചു. എന്തിനാ വേറെ അധികം രാഷ്ട്രീയ പാർട്ടികൾ, എന്തിനാ വേറെ അധികം അഭിപ്രായങ്ങൾ? എല്ലാ അഭിപ്രായങ്ങളും ഒറ്റ അഭിപ്രായങ്ങളും മതിയെന്ന് ഓർക്കണ്ടാവുമല്ലോ. അദ്ദേഹത്തിൻ്റെ പാർട്ടി തീരുമാനിച്ചു. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തരാവസ്ഥക്കെതിരെ സമരം ചെയ്യുന്നവരെ പോലീസിന് ഒറ്റുകൊടുക്കുന്ന പാരമ്പര്യം CPIക്കുണ്ട്. അത് പറയുമ്പോൾ CPIക്കാർ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല, വസ്തുതയാണ്. അതിങ്ങനെ കിളമ്പി വരുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ബിനോയ് വിശ്വം ഇടക്കിടക്ക് ഫാസിസം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിറ കൊണ്ട് നിൽക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ അദ്ദേഹം CPIയുടെ എന്തോ സംസ്ഥാന സെക്രട്ടറിയോ മറ്റോട്ടൊക്കെയാണ്. ഞാൻ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതല്ല, വസ്തുത പറയുന്നതാണ്. അന്ന് ഇങ്ങനെ പണിയെടുത്തൊരു പാരമ്പര്യവും കൂടി നമുക്കുണ്ട്. അന്നൊരു ഒറ്റയാൾ സമരമായി പോയി
അറസ്റ്റ് വരിച്ച മനുഷ്യനാണ് MP മൻമോഹൻ മാഷ്. ഒറ്റയ്ക്ക് അടിയന്തരാവസ്ഥയെ അദ്ദേഹം പുരോഗമനവാദിയല്ല, ഗാന്ധിയനായിരുന്നു. ഒട്ടും പുരോഗമനവാദിയല്ല. അദ്ദേഹം പ്രിൻസിപ്പൽ സ്ഥാനം ഉപേക്ഷിച്ചത് കോപ്പി എഴുതിയ ഒരാൾക്ക് കൺസെഷൻ കൊടുക്കണം എന്ന് മാനേജ്മെൻറ്റ് പറഞ്ഞപ്പോൾ ഈ പണി ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് പ്രിൻസിപ്പൽ സ്ഥാനം ഉപേക്ഷിച്ചു. കോപ്പി എഴുതിയ കക്ഷി പിന്നീട് വളരെ പ്രസിദ്ധനായി, ഇപ്പോഴും പ്രസിദ്ധനാണ്. അദ്ദേഹത്തിൻ്റെ പേര് MM ഹസൻ എന്നാണ്. എനിക്ക് MM ഹസനോടും ആദരവ് തോന്നിയത് ഈ നമ്മുടെ വിദ്യാഭവൻ്റെ ഹാളിൽ വെച്ച് മന്മഥൻ മാഷിനൊരു അവാർഡ് കൊടുക്കുന്ന ചടങ്ങുണ്ടായി. ആ ചടങ്ങ് നടക്കുമ്പോൾ ഈ കുറ്റം പരസ്യമായി ഏറ്റുപറഞ്ഞ് ജനങ്ങളോട് മാപ്പ് ചോദിച്ചു ഹസൻ എന്നത് എനിക്ക് ജീവിതത്തിൽ ആദ്യമായും അവസാനമായും ഹസനോട് ആദരവ് തോന്നിയ ഏക നിമിഷവും അതുതന്നെയാണ്. അന്ന് രാജിവെച്ചു പോയതാണ്. ഒറ്റയ്ക്ക് എതിർക്കുകയാണ്. എത്ര പേരുണ്ടെന്ന് നോക്കിയിട്ടല്ല. തനിക്ക് ബോധ്യമുള്ളൊരു കാര്യം, തനിക്ക് സത്യം എന്നറിയുന്നൊരു കാര്യം, അത് അങ്ങനെ തന്നെ ചെയ്യണം എന്നും അതിൽ ആരൊക്കെ ഉണ്ട് എന്ന് നോക്കേണ്ടതില്ല എന്നും വിചാരിക്കുന്നൊരു രീതി കേരളത്തിലെ മാധ്യമ പ്രവർത്തകരിൽ എത്ര പേർക്കുണ്ടായിരുന്നു എന്നുള്ള കാര്യവും പരിശോധന അർഹിക്കുന്ന കാര്യം തന്നെയാണ്. നമ്മൾ ഈ കേരളം മഹത്താണ്, ഇത് കേരളമാണ് എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ നമ്മൾ മൂടി വെക്കുന്ന കാര്യങ്ങളാണ്. അത് കഴിഞ്ഞ് നമുക്ക് പരമപുച്ഛമാണ് ഉത്തരേന്ത്യക്കാരാ. പശു സംസ്ഥാനം, എന്താണ് അവർ പറയണത്, എന്താണ് ചാണകം ഇതൊക്കെയാണല്ലോ പറയുന്നത്. അവരാണ് ഇന്ദിരാഗാന്ധിക്കെതിരെ, ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യത്തിനെതിരെ വിധിയെഴുത്ത് നടത്തി ഇന്ദിരയെയും മക്കളെയും പരാജയപ്പെടുത്തിയത്. 111 സീറ്റ് നൽകി, 20 പാർലമെൻറ്റ് സീറ്റും നൽകി കേരളം, ഇത് കേരളമാണ് എന്ന് പറയുന്ന കേരളം കോൺഗ്രസ്സിന് അനുകൂലിക്കുകയാണ് ചെയ്തത്. ഇതൊക്കെ നമ്മൾ മറച്ചു വെക്കും. ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഒരു അയഥാർത്ഥ്യമായ രൂപം കേരളത്തെക്കുറിച്ച് ഇവിടെ പ്രസൻറ്റ് ചെയ്യും. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വേറൊരു കാര്യം, കേരളത്തിൽ നവോത്ഥാനം ഉണ്ടാക്കിയത് രാഷ്ട്രീയ കക്ഷികളാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ശരിയല്ലേ? ഞങ്ങൾ എന്തൊരു പാടുപെട്ടാണ് നവോത്ഥാനം വരുത്തിയതെന്ന് പിണറായി വിജയൻ പറയുമ്പോൾ അദ്ദേഹത്തിന് ആ കൂന് വന്നത് ഈ നവോത്ഥാനം ഇങ്ങനെ പൊക്കിക്കൊണ്ട് വന്നപ്പോഴതിൻ്റെ ഫലമാണോ എന്ന് നമുക്ക് തോന്നും. കേരളത്തിലെ ഒരൊറ്റ രാഷ്ട്രീയ കക്ഷിക്കും കേരളത്തിൻ്റെ നവോത്ഥാനത്തിൽ ഒരു പങ്കുമില്ല എന്നുള്ളതാണ് വസ്തുത. ഏത് രാഷ്ട്രീയ കക്ഷിക്കുണ്ട്? കേരളത്തിൻ്റെ നവോത്ഥാനത്തിന് വേണ്ടി ആദ്യകാല പ്രവർത്തിച്ച 4 സന്യാസിമാരുണ്ട്, ഹിന്ദു സന്യാസിമാർ. അവരുടെ പ്രായക്രമം അനുസരിച്ച് പറയുകയാണെങ്കിൽ ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി സ്വന്തം വീട്ടിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഞാൻ ചിറ്റൂർ കോളേജിൽ പഠിപ്പിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ വീടും പരിസരമൊക്കെ നടന്ന് കണ്ടിട്ടുണ്ട്. സ്വന്തം വീട്ടിൽ മഹാബ്രാഹ്മണർ വന്ന് പൂജ നടത്തിക്കൊണ്ടിരിക്കെ തത്വമസി എന്ന മഹാവാക്യം ഉച്ചരിച്ചപ്പോൾ 18 വയസ്സുള്ള ഈ കുട്ടി എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു, എന്താണ് ഈ തത്വമസി എന്ന വാക്യത്തിൻ്റെ അർത്ഥം? അപ്പോൾ ആരും അന്യരല്ല, എല്ലാം എന്നിൽ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ വെയിലിക്ക് പുറത്തു നിൽക്കുന്ന ചെറുമർക്ക് കൂടി അവകാശപ്പെട്ടതല്ലേ ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ചെറുമരെ വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയതിൻ്റെ പേരിൽ അന്ന് അവിടെ നിന്ന് അടിച്ചിറക്കപ്പെട്ട വ്യക്തിയാണ് ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി. അദ്ദേഹമാണ് 1898 സ്ത്രീ വിദ്യാപോഷിണി എന്ന് പറഞ്ഞ ഒരു ലഘു പ്രബന്ധം എഴുതിയത്. നമ്മുടെ സമൂഹം ശാക്തീകരിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് സാമ്പത്തികവും സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ ശാക്തീകരണം കിട്ടണം എന്ന് പറയുന്ന പ്രബന്ധം. നിങ്ങൾ ഇന്ന് ഫെമിനിസത്തിൽ ഗവേഷണം നടത്തുന്ന സ്ത്രീകളോട് ചോദിച്ചു നോക്ക്, ഒരെണ്ണത്തിന് ഇതിനെക്കുറിച്ച് അറിയില്ല. ഞാൻ PSCയിൽ ഇരുന്ന കാലത്ത് ചോദിച്ചിട്ടുണ്ട്. സോറി സർ, വി ഹാവ് നോട്ട് സീൻ ഇറ്റ്. ഗുഡ്.
എന്ന് പറയുന്ന കക്ഷികളെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പഠിക്കില്ല. അത് കഴിഞ്ഞ് ചട്ടമ്പി സ്വാമികൾ, തിരുവിതാംകൂർ മഹാരാജാവ് ഹിന്ദുധർമ്മം പരിപാലിക്കുന്നതിന് വേണ്ടി രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ആ ഹിന്ദുധർമ്മ സംരക്ഷണം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ സംരക്ഷണമാണ് എന്ന് പ്രചരിപ്പിക്കപ്പെട്ടിരുന്ന സന്ദർഭത്തിൽ വേദത്തിൻ്റെ അധികാരമാണ് ബ്രാഹ്മണന്റെ സവിശേഷ അധികാരമെന്ന് വിശ്വസിക്കപ്പെട്ടിരുന്ന ആ കാലത്ത് വേദത്തിൻ്റെ അധികാരി ആര് എന്ന് ചോദിക്കുകയും ശേഷിയും ശേമിഷിയുമുള്ള ആരും വേദത്തിന് അധികാരികളാണെന്ന് വേദ ഇതിഹാസ പുരാണങ്ങളിൽ നിന്ന് ഉദ്ധരണികൾ എടുത്ത് സ്ഥാപിച്ച വേദാധികാര നിരൂപണം എഴുതിയ ചട്ടമ്പി സ്വാമികൾ വിജ്ഞാനത്തിൻ്റെ വിതരണ നീതി ആദ്യമായി ഉറപ്പുവരുന്നത് അപ്പോഴാണ്. നമ്മൾ പറയും ഇപ്പോൾ വിജ്ഞാനത്തിൻ്റെ വിതരണ നീതി വേണമെന്ന്. ആ വിജ്ഞാനത്തിൻ്റെ വിതരണ നീതി ശ്രീനാരായണ ഗുരുദേവൻ ഈശ്വര പ്രതിഷ്ഠയ്ക്ക് അധികാരി ആര് എന്ന് ചോദിച്ചപ്പോൾ ആത്മശുദ്ധിയുള്ള ആരും അതിന് അധികാരിയാണ് എന്ന് സ്ഥാപിച്ച ശ്രീനാരായണ ഗുരുദേവൻ, നിശിതമായ യുക്തിബോധത്തിന് വഴങ്ങാത്തതൊന്നും വേദത്തിൽ നിന്നും സ്വീകരിക്കേണ്ടതില്ല എന്ന് പ്രഖ്യാപിച്ച വാഗ്ഭടാനന്ദൻ, ഇവരെല്ലാവരും വിദ്യാഭ്യാസത്തിന് വേണ്ടിയും ഒരു പൊതു ഇടമുണ്ടാകണമെന്നും വിജ്ഞാനം വിതരണം ചെയ്യപ്പെടണമെന്നും വിജ്ഞാനത്തിൻ്റെ സ്വീകാര്യത എല്ലാവർക്കും ഉണ്ടാകണമെന്നും വേണ്ടി വാദിച്ചവരാണ്. അതല്ലേ നമ്മുടെ നവോത്ഥാനത്തിൻ്റെ തുടക്കം. ഇനി ഒരു പൊതുവിദ്യാലയം എന്ന സങ്കല്പം അത് കൊണ്ടുവന്ന ആരാണ്? ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. 1836 സംസ്കൃത പാഠശാല തുടങ്ങി ഒരു പാതിരി. ആദ്യമായിട്ട് പാഠശാല എന്നൊരു സങ്കല്പം വരെയാണ്. അതുവരെ ഗുരുവിൻ്റെ അടുത്ത് പോയി, ഇപ്പോൾ കൊടുങ്ങല്ലൂർ കോവിലകം പോലുള്ള ഒരു മഹാ യൂണിവേഴ്സിറ്റികളുണ്ടായിരുന്നു. അവിടെയൊക്കെ ആളുകൾ പോകുന്നു, അവിടെ താമസിച്ച് പഠിക്കുന്നു, തിരിച്ചു പോരുന്നു. ഗുരുവും ശിഷ്യരും ഒരു പൊതുസ്ഥലത്ത് സമ്മേളിച്ചുകൊണ്ട് വിദ്യ അഭ്യസിക്കുന്ന രീതി കൊണ്ടുവന്നത് ചാവറ ഏലിയാസ് കുര്യാക്കോസ്, വിശുദ്ധനായ ചാവറ ഏലിയാസ് കുര്യാക്കോസ് പാതിരിയാണ്. അദ്ദേഹമാണ് 1864 പള്ളികളോടൊപ്പം പള്ളിക്കൂടങ്ങളും എന്ന ക്രൈസ്തവ സന്ദേശത്തെ ഈ കേരളത്തിൽ എല്ലായിടത്തും സംസ്ഥാപിച്ചത്. അങ്ങനെയാണ് പൊതുവിദ്യാലയങ്ങൾ വന്നത്. മാധവനും മത്തായിയും മുഹമ്മദും ചാത്തനും ഒരു ബെഞ്ചിൽ ഒരുമിച്ചിരുന്ന് പഠിച്ചത് അതായിരുന്നു നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ സൃഷ്ടി. കേരളത്തിൽ ജാതി സമൂഹങ്ങൾ മാറി പൊതുസമൂഹം സൃഷ്ടിക്കപ്പെടുന്നത് വിദ്യാലയങ്ങളിലൂടെയാണ്. വിദ്യാഭ്യാസത്തിൻ്റെ വിതരണം ഉറപ്പാക്കിയപ്പോഴാണ്. ആ വിദ്യാഭ്യാസത്തിൻ്റെ വിതരണത്തിലൂടെ വിദ്യാലയങ്ങൾ സംസ്ഥാപിക്കപ്പെട്ടതിനും അതിനുവേണ്ടി പ്രവർത്തിച്ചതിനും ഒന്നും കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾക്കൊരു പങ്കുമില്ല. കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ വിദ്യാലയങ്ങളെല്ലാം സ്ഥാപിക്കപ്പെട്ടത് 1947 മുൻപാണ് എന്നുള്ളതാണ് വസ്തുത. 47 മുൻപായിരുന്നു. എറണാകുളം മാരേജ് കോളേജ്, തൃശ്ശൂർ സെൻറ് തോമസ് കോളേജ്, പാലക്കാട് വിക്ടോറിയ കോളേജ്, തലശ്ശേരി ബ്രണ്ണൻ കോളേജ്, കൊല്ലം SN കോളേജ്, തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജ്, യൂണിവേഴ്സിറ്റി കോളേജ്. നിങ്ങളിങ്ങനെ ഏതും എടുത്തു നോക്കിയോ? പ്രമുഖമായ കലാലയങ്ങളൊക്കെ സ്ഥാപിക്കപ്പെട്ടത് 1947 മുൻപാണ്. ആ കലാലയങ്ങളായിരുന്നു വിജ്ഞാനത്തിൻ്റെ ഏറ്റവും വലിയ കേന്ദ്രങ്ങളായി നിലനിന്നത്. ഈ വസ്തുതകളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടി കുഴലൂത്ത് നടത്തുന്ന ഒരു ഗായക സ്തുതി പാഠക സംഘമായി നമ്മുടെ നാട്ടിലെ മാധ്യമ പ്രവർത്തകർ അധപ്പതിച്ചിട്ടില്ലേ എന്നുള്ള ചോദ്യം പ്രസക്തമല്ലേ? ചോദിക്കാതിരിക്കാൻ പറ്റുമോ? ഞങ്ങൾ നവോത്ഥാനം ഉണ്ടാക്കി, ഇപ്പോൾ രണ്ടാമതും ഉണ്ടാക്കാൻ പോവുകയാണെന്നാണ് പറയണത്. അങ്ങനെ 2 നവോത്ഥാനം ഉണ്ട്. ഒരു നവോത്ഥാനം അവിടെ നിൽക്കട്ടെ, ഇനി ഞങ്ങൾ ഒരു നവോത്ഥാനം കൂടി ഉണ്ടാക്കാം. കേരളത്തിൻ്റെ കടലോരങ്ങളിലും മലവാരങ്ങളിലും മലമുകളിലും താഴ്വാരങ്ങളിലും കായലോരങ്ങളിലുമെല്ലാം പള്ളികളേക്കാൾ വലിയ പള്ളിക്കൂടങ്ങൾ ഉണ്ടായ സന്ദർഭത്തിലാണ് ബഹുജനം വിദ്യാഭ്യാസത്തിലേക്ക് കടന്നു വന്നത്.
1912 പണ്ഡിറ്റ് KP കറുപ്പന കാസ്റ്റ് ഹിന്ദു ഗേൾസ് സ്കൂൾ, ഇന്നത്തെ ഗേൾസ് സ്കൂൾ, അന്ന് അതിൻ്റെ പേര് കാസ്റ്റ് ഹിന്ദു ഗേൾസ് ഹൈസ്കൂൾ എന്നാണ്. ഹൈസ്കൂളിൽ അധ്യാപകനായി നിയമിച്ചു. അപ്പോൾ അവിടുത്തെ സവർണരായ അധ്യാപകരെല്ലാം ലീവ് എടുത്തു പോയി. രാജാവ് ഉടൻ തന്നെ ഒരു തിട്ടൂരം ഇറക്കി. മുഴുവൻ അധ്യാപകർക്കും ലീവ് എടുത്തല്ല, പിരിഞ്ഞു പോകാം, എന്നാലും കറുപ്പൻ അവിടെ പഠിപ്പിക്കും. അധ്യാപകരായതുകൊണ്ട് ഒരു കാര്യമുണ്ട്, ഒരു ഇൻക്രിമെൻറ്റിൻ്റെ ₹1 നഷ്ടപ്പെടും എന്ന് കണ്ടു കഴിഞ്ഞാൽ സകല വിപ്ലവവും അവിടെ ഉപേക്ഷിച്ച് തിരിച്ചു വരും എന്ന് അന്നേ തെളിയിക്കപ്പെട്ടതാണ്. എല്ലാവരും തിരിച്ചു കയറി. ഇന്ന് ഈ കോളേജ് അധ്യാപകർ, വിശേഷിച്ചും PSC വഴി ജോലി ലഭിക്കാത്ത കോളേജ് അധ്യാപകർ വിപ്ലവം പറയുമ്പോൾ ആ വിപ്ലവം ഏറ്റുവാങ്ങുന്നവരല്ലേ ഇവിടുത്തെ മാധ്യമങ്ങൾ? ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, രാഷ്ട്രീയത്തിൻ്റെ പേരിൽ, പണത്തിൻ്റെ സ്വാധീനത്തിൻ്റെ പേരിൽ മാത്രം ജോലി കിട്ടുന്നവരല്ലേ ഇവർ? 1 കോടിയാണെന്നാണ് പറയണത് ഇപ്പോൾ കോളേജ് അധ്യാപകൻ്റെ മതിപ്പ്, മാർക്കറ്റ് വില. ആ 1 കോടി കൊടുത്തിട്ട് ജോലി വാങ്ങിയതിന് ശേഷം തൊഴിലാളി വർഗ സർവാധിപത്യവും വിപ്ലവവും AKPCTയും പറയുന്ന സമയത്ത് അതിനെ ജിഞ്ചറ കൊട്ടി ശിങ്കിടി പാടുന്ന മാധ്യമങ്ങളുണ്ടല്ലോ. എന്തേ അവരൊരക്ഷരം എഴുതുന്നില്ല ഇതിനെതിരെ? എന്തേ ഒരക്ഷരം പറയുന്നില്ല? ആർക്കും അറിയാത്തതാണോ ഇത്? ഇവിടെയാണ് സത്യം മറച്ചു വെക്കപ്പെടുന്നത്. ഞാൻ വ്യക്തിപരമായിട്ടല്ല പറയുന്നത്, ഒരു പൊതു ഇഷ്യൂസാണ് എടുത്തിട്ട് പറയുന്നത്. സത്യം മറച്ചു വെക്കപ്പെടുകയാണ്. ഈ കൈക്കൂലി കൊടുത്ത് ജോലി വാങ്ങിയാൻ വന്നിരുന്ന് മൈക്കിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് നാളെ ഞങ്ങൾ വിപ്ലവം വരുത്താൻ പോകുന്നു എന്ന് പറയുമ്പോൾ എന്താ വിപ്ലവം എന്ന് പറയുന്ന ആ ഒരു പരിപാടി ഉണ്ടല്ലോ, നമ്മുടെ മാധ്യമങ്ങൾ ഏറ്റെടുത്തിട്ടില്ലേ? എന്ത് വസ്തുതകൾ മറച്ചു വെച്ചുകൊണ്ട് തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന രീതി മാധ്യമങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. മഹത്തായ മാധ്യമ സംസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്കങ്ങനെ ഇവരിപ്പോൾ ജ്യോതിർഘോഷൊക്കെ കൊണ്ടാടി കൊണ്ടു നടക്കുന്ന ഒരു മാധ്യമ ശൃംഖമാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. എനിക്ക് ഒരു മതിപ്പുമില്ലാത്ത ഒരാളാണ് കേട്ടോ, തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഇന്ന് വരെ എനിക്ക് ഒരു മതിപ്പും തോന്നിയിട്ടില്ല. എന്തോന്നാണെന്ന് രാജഗോപാലാചാരിക്ക് ജാരഗോപാലാചാരി എന്നെഴുതുന്ന മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് പറയും? അല്ലേ? ചിരിക്കുന്നുണ്ട്. മാധ്യമപ്രവർത്തകർ ചിരിക്കുകയാണ്. ആ മാധ്യമപ്രവർത്തനം നടത്തിയ ആളാണ്. ബാലാകലേശത്തിന് വാലാകലേശം എന്നെഴുതുന്ന ഒരു സാഹിത്യ നിരൂപകനെ കുറിച്ച് നിങ്ങൾ എന്തു പറയും? അത് ചെയ്ത ആളാണ്. ഇനി ഈ രാജഗോപാലാചാരി തിരുവിതാംകൂറിൽ പൊതുവിദ്യാലയങ്ങളിൽ ഇനി മുതൽ, ആ ഓർഡറിൻ്റെ ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞുതരാം, ഇനി മുതൽ തിരുവിതാംകൂറിൽ വിദ്യാലയങ്ങളിൽ ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ ഒരാൾക്ക് പ്രവേശനം നിഷേധിക്കരുത്. 1-ാം പാരഗ്രാഫ്. 2-ാം പാരഗ്രാഫ് എന്താണ്? ഇനി ആർക്കെങ്കിലും അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ മുൻകൂട്ടി മുകളിൽ നിന്ന് അനുവാദം അംഗീകരിക്കണം. ഈ ഉത്തരവ് നടപ്പാക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് 3 എഡിറ്റോറിയൽ എഴുതി ഈ മാന്യൻ. എന്നിട്ട് പറഞ്ഞു, എത്രയോ കൊല്ലമായി ബുദ്ധി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന സവർണനും എത്രയോ കൊല്ലമായി മണ്ണിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന പുലയനും ഒരുമിച്ച് ഒരു ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നത് കുതിരയെയും കഴുതയെയും ഒരു നുകത്തിൽ കുതിരയെയും പോത്തിനെയും ഒരു നുകത്തിൽ കെട്ടുന്നതിന് തുല്യം എന്ന്. ഇത്ര മാലിന്യം വമിക്കുന്ന ഒരു മലയാള ഉപമ ഞാൻ എൻ്റെ ജീവിതത്തിൽ വായിച്ചിട്ടേയില്ല മലയാള ഭാഷയിൽ. ഇങ്ങനെയുള്ള ഒരാളാ മാന്യനെന്ന് പറയാൻ പറ്റുമോ? എങ്ങനെയാണ് അയാളെ മാന്യൻ എന്ന് പറയാൻ കഴിയുക? അങ്ങേരാണത്രേ നവോത്ഥാനം കേരളത്തിൽ കൊണ്ടുവന്നത്. അങ്ങേരാണത്രേ നവോത്ഥാനം കേരളത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവന്നത്.
നവോത്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ജാതി മതങ്ങൾക്ക് അതീതമായ ഒരു പൊതുസമൂഹം സൃഷ്ടിക്കപ്പെട്ടു എന്നതാണ്. ജാതി സമൂഹങ്ങൾ മാറി ഒരു പൊതുസമൂഹത്തിൻ്റെ സൃഷ്ടിയാണ് കേരളത്തിൻ്റെ നവോത്ഥാനത്ത് നടന്നത്. അത് ഉണ്ടാക്കിയത് കേരളത്തിലെ വിദ്യാലയങ്ങളാണ്. രാഷ്ട്രീയ കക്ഷികൾ രൂപീകരിക്കപ്പെട്ടപ്പോഴും ഒന്നുകിൽ ജാതി അല്ലെങ്കിൽ മതം അതിൻ്റെ സ്വാധീനത്തിൽ തന്നെയാണ്. 57 തെരഞ്ഞെടുപ്പ് വിപ്ലവത്തിൻ്റെ വിജയമാണെന്ന് പറയുന്നുണ്ട്. വിപ്ലവത്തിൻ്റെ ആയിരുന്നോ? എങ്ങനെയാണ് വിപ്ലവത്തിൻ്റെ വിജയമാകുന്നത്? അതുവരെ NSSൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന MN ഗോവിന്ദൻ നായർ. ആ MN ഗോവിന്ദൻ നായർ ഒറ്റ രാക്ക് രാമായണം മനപരിവർത്തനം വന്ന് കമ്മ്യൂണിസ്റ്റായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയി. MN തന്നെ എഴുതിയിട്ടുണ്ട്, സ്ഥാനാർത്ഥികളെ സംഘടിപ്പിക്കാൻ അദ്ദേഹം പെട്ട പാട്. അവസാനം കരയോഗങ്ങളിലുണ്ടായിരുന്നവരെയൊക്കെ വിളിച്ചിട്ട് സ്ഥാനാർത്ഥിയാക്കി, ജയിച്ചു. എന്താണ് കാരണം? 2 കാരണങ്ങൾ. തിരുവിതാംകൂറിൽ അന്ന് ശബരിമല പ്രക്ഷോഭമുണ്ട്. ശബരിമല തീവെപ്പ് കേസിനെ തുടർന്ന് ഉണ്ടാക്കിയ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കപ്പെടാതെ കോൺഗ്രസ് ഗവൺമെൻറ് പൂഴ്ത്തിവെച്ചിരുന്നു. EMS പറഞ്ഞ് ഞാൻ അധികാരത്തിൽ വന്നത് പ്രസിദ്ധീകരിക്കുമെന്ന്. 2, മലബാറിൽ എന്നെങ്കിലും മതത്തിനതീതമായ രാഷ്ട്രീയം ഉണ്ടായിട്ടുണ്ടോ? എന്നെങ്കിലും പറയുന്നുണ്ടല്ലോ ഇത് കേരളമാണെന്നൊക്കെ. എന്നെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? 1921 മാപ്പിള ലഹള എന്ന് ഇപ്പോൾ വിശേഷിപ്പിക്കപ്പെടുന്ന ആ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി വന്നപ്പോഴാണ് ആദ്യമായി മുസ്ലിങ്ങൾ കോൺഗ്രസ്സിലേക്ക് കൂട്ടത്തോടെ ചേർന്നത്. KP കേശവമേനോൻ്റെ ആത്മകഥയിൽ അതിനെക്കുറിച്ച് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. KP കേശവൻ ഹർഷോന്മാദത്തോടു കൂടിയാണ് പറയണത്. 18,000 പേര് കടപ്പുറത്ത് അണിനിരന്നു. മുസ്ലിം സഹോദരങ്ങൾ ഇതാ വന്നിരിക്കുന്നു. ഹിന്ദു മുസ്ലിം ഐക്യം എന്താണ് ഇത് കാളിക്കത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ്. മാപ്പിള ലഹള പരാജയപ്പെട്ടപ്പോൾ ഇവരെന്ത് ചെയ്തു? നേരെ കൂട്ടത്തോടെ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോവുകയും മുസ്ലിം ലീഗിൽ പ്രവർത്തിക്കുകയും ചെയ്തു. എന്നിട്ടാ പറയണ ഇവിടെ സെക്കുലറിസമാണ്. എന്താ സെക്കുലറിസം? വഴിയെ പോകുമ്പോൾ പെരുവഴികളിലെല്ലാം സെക്കുലറിസം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന നിങ്ങളിത് കാണണം. ഈ വസ്തുത അംഗീകരിക്കാനോ ഇങ്ങനെ ഒന്നുണ്ടെന്ന് പറയാനോ തയ്യാറായിട്ടുണ്ടോ? മാപ്പിള ലഹളയെ തള്ളിപ്പറഞ്ഞത്, മാപ്പിള ലഹളക്ക് മാപ്പിള ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് ആഹ്വാനം ചെയ്ത മഹാത്മാഗാന്ധി തന്നെയാണ്. മഹാത്മാഗാന്ധി പറഞ്ഞു, നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ ഇപ്പോൾ, ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് പറയുന്നത്, നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ ഇപ്പോൾ വല്ലാത്ത പ്രതിസന്ധിയിലാണ്. അവർ വലിയ ദുഃഖം അനുഭവിക്കുന്നു. അവർക്കുണ്ടായിരുന്ന സാമ്രാജ്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷം തുർക്കി 4 വീതിച്ച് ഓരോരുത്തരും എടുത്തു കഴിഞ്ഞപ്പോൾ ആ തുർക്കി ഭരിച്ചിരുന്ന സുൽത്താന് തുർക്കി തിരിച്ചു കിട്ടണം എന്നുള്ളതാണ് ഇതിൻ്റെ ചുരുക്കം. എന്നിട്ട് ഗാന്ധി പറഞ്ഞ് ഈ സന്ദർഭത്തിൽ അവരെ നമ്മൾ സഹായിച്ചു കഴിഞ്ഞാൽ അവർ നമ്മുടെ കൂടെ ചേരും എന്ന് പറഞ്ഞു. അതിനു വേണ്ടിയാണ് ഈ ഖിലാഫത്ത് എടുത്തത്. പക്ഷേ മാപ്പിള ലഹള കഴിഞ്ഞപ്പോൾ ഗാന്ധി എഴുതി, എന്താണ് ഈ സംഭവിക്കുന്നത്? ഒരു വിഭാഗം മുസൽമാന്മാർക്ക് ഭ്രാന്തെടുത്തിരിക്കുന്നു. അവരുടെ ഈ ഭ്രാന്തമായ ഈ പ്രവൃത്തിയെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം ജനവിഭാഗങ്ങൾ അംഗീകരിക്കില്ല, അതിനെ അപലപിക്കും എന്ന് ഞാൻ കരുതട്ടെ. ഇന്ന് വരെ ഒരു മുസ്ലിം സംഘടനയും അപലപിച്ചിട്ടില്ല. ഇതെന്താ നമ്മൾ മൂടി വെക്കുന്നത്? ചരിത്രമല്ലേ? ഇതെന്താ നമ്മൾ മൂടി വെക്കുന്നത്? നമ്മൾ ഓരോരുത്തരെടുക്കുമ്പോൾ അതുപോലെ എന്താണ് മലബാറിലെ രാജാവ് സാമൂതിരി മാനാണെന്നാണ് സ്കൂളിൽ പഠിച്ചേക്കണം. നിങ്ങളും പഠിച്ചിട്ടുണ്ടല്ലേ? എന്തോ ഇവിടുന്ന് ഏതോ ഒരു സായിപ്പ് വെറ്റിലല്ല കുരുമുളകിൻ്റെ കൊടി കൊണ്ടുപോയപ്പോൾ
സാമൂതിരി രാജാവ് പറഞ്ഞു, കുരുമുളക് കൊടിയല്ലേ കൊണ്ടുപോകാൻ പറ്റൂ, തിരുവാതിര കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. മഹത്താണ് എന്ന് പറഞ്ഞ് ഏതോ ഒരു വൃത്തികെട്ട ചരിത്രകാരൻ എഴുതി വെച്ചത് ഈ സ്കൂളിൽ ഞാനും പഠിച്ചിട്ടുണ്ട്, നിങ്ങളും പഠിച്ചിട്ടുണ്ട് ഇല്ലേ? പഠിച്ചിട്ടുണ്ടാകണം. അന്ന് പാഠപുസ്തകം വരുന്നത്. ആദ്യമായി സ്റ്റേറ്റ് സ്പോൺസേഡ് കൺവേർഷന് ഉത്തരവിറക്കിയ ഹീനനാണ് സാമൂതിരി. അതെന്താ നിങ്ങൾ മൂടി വെക്കുന്നത്? മലബാറില് സാമൂതിരിയുടെ സാമ്രാജ്യത്തിന് കീഴിലുള്ള എല്ലാ ഹിന്ദു മുക്കുവ കുടുംബങ്ങളിൽ നിന്നും ജനിക്കുന്ന ആദ്യത്തെ പുരുഷനെ ഇസ്ലാമാക്കണമെന്ന് ഉത്തരവിറക്കി നിർബന്ധപൂർവം നടപ്പിലാക്കിയ ഹീനനാണ് ഈ സാമൂതിരി. ഇത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഉണ്ട്. പക്ഷെ കുട്ടികളെ പഠിപ്പിക്കുമോ? ഇല്ല. പത്രപ്രവർത്തനം നടത്തുമ്പോൾ ഇതുകൂടി ഒന്ന് എഴുതുമോ? അതുമില്ല. എന്നിട്ട് പിന്നെ നിങ്ങൾ എന്ത് മഹത്തായ പത്രപ്രവർത്തന പാരമ്പര്യം ഇവിടെ ഉണ്ടാക്കി എന്നാണ് പറയുന്നത്? ഇത് എഴുതണ്ടേ? വസ്തുതയല്ലേ? ഇയാൾക്ക് ആരധികാരം കൊടുത്തുന്ന് അതിന്? ഒരാൾ അയാളുടെ സ്വന്തം ഇഷ്ടപ്രകാരം മതം മാറട്ടെ. ഇത് രാജാധികാരം ഉപയോഗിച്ചിട്ട് കൺവേർഷൻ നടത്തുക എന്ന് പറയുന്ന ഹീനമായ പ്രവൃത്തി തുടങ്ങി വച്ച സാമൂതിരി മഹാനായിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത്. ഭാരതരത്നം കൊടുക്കുമോ എന്നെനിക്ക് സംശയവുമുണ്ട്. കാരണം ഇത്രയും മഹത്വം ചെയ്താണല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ ചരിത്രം എടുത്തു കഴിഞ്ഞാലും സമകാലിക സംഭവങ്ങൾ എടുത്തു കഴിഞ്ഞാലും വസ്തുതകളെ മൂടി വെക്കുകയോ അതിനെ അവഗണിക്കുകയോ അതുമല്ലെങ്കിൽ അതിനെ വക്രീകരിക്കുകയോ ചെയ്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് മാധ്യമപ്രവർത്തനം അന്നും ഇന്നും നടക്കുന്നത്. ഇന്നിപ്പോൾ അത് വളരെ കൂടി. ഇന്ന് വളരെ കൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തമാശയൊക്കെ ഞാൻ വായിച്ചത് ചാനലുകളെ കുറിച്ച് എഴുതിയിരിക്കുന്നു. കോൺഗ്രസ് അധികാരത്തിൽ വരണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും മനോരമ ചാനൽ കണ്ടു കഴിഞ്ഞാൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയിരിക്കും. പിന്നെ കമ്മ്യൂണിസ്റ്റുകാർ ഇന്ത്യ ഭരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ എല്ലാ ദിവസവും രാവിലെ തന്നെ 2 ചാനലുകൾ കാണണം. ഒന്ന് റിപ്പോർട്ടർ ചാനലും പിന്നെ കൈരളി ഇത് BJP മാത്രമേ ജയിക്കൂ എന്ന് വാശി പിടിക്കുന്നവരുണ്ടെങ്കിൽ അവരെല്ലാ ദിവസവും മുടങ്ങാതെ ജനം ടിവിയും കാണണം. തമാശക്കാണ് എഴുതി വച്ചേക്കുന്നത്. പക്ഷെ അതിൽ ചില വസ്തുതകളുണ്ട്. എന്താ വസ്തുതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യങ്ങളല്ല, ഇവരുടെ ആഗ്രഹങ്ങളെ വസ്തുതകളാക്കി അവതരിപ്പിക്കുകയാണ്. ആഗ്രഹങ്ങളെ വസ്തുതകളാക്കി അവതരിപ്പിക്കുന്ന രീതിയാണ് ഇപ്പോൾ മാധ്യമ പ്രവർത്തനത്തിൻ്റെ പേരിൽ ഈ പുതുമാധ്യമങ്ങളും ചാനലുകളും ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ന് മാധ്യമ പ്രവർത്തകർക്ക് മാധ്യമങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് അവരുടെ ഏറ്റവും വലിയ ക്യാപിറ്റലാണ്. അത് വിശ്വാസ്യതയാണ്. ഇന്ന് വിശ്വാസ്യതയില്ലാത്ത കാരണം എന്ത് പറ്റി? പിന്നെ അത് മാത്രവുമല്ല, ഈ ആങ്കർ എന്ന് പറയുന്ന ഒരാൾ അവതരിച്ചു. മുമ്പ് ഇപ്പോൾ പൊളിറ്റിക്കൽ കറസ്പോണ്ടൻ്റൊക്കെ ഇരുന്ന് പത്രത്തിലുണ്ടായിരുന്നു. എല്ലാ കാര്യവും രാഷ്ട്രീയത്തിൽ എഴുതിക്കൊണ്ടിരുന്ന അവരായിരുന്നു. ഒന്നും നടന്നിട്ടില്ല കേട്ടോ. എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനായ എൻ്റെയും ജ്യോതിർഘോഷിൻ്റെയൊക്കെ ഏറ്റവും അടുത്ത സ്നേഹിതനായ പി രാജൻ ഈ 77 മറ്റോട്ടാണ് പുള്ളി ഒരു പ്രവചനം നടത്തി. വൻ ഭൂരിപക്ഷത്തിൽ UDF തിരിച്ചു വരുമെന്ന്. ആ പുള്ളി ഭയങ്കരം 87 പുള്ളി ഒരു പ്രവചനം നടത്തി. 111 സീറ്റ് കിട്ടി, കോൺഗ്രസ് തിരിച്ചു വരും എന്ന് പുള്ളി എഴുതി. ആട്ടുപടലം തോറ്റു. അന്ന് പിന്നെ പൊളിറ്റിക്കൽ കറസ്പോണ്ടൻസ് എഴുതിക്കൊണ്ടിരുന്നതാണ്. ഇന്നിപ്പോൾ അങ്ങനെയല്ല. എല്ലാം അറിയാവുന്ന ഒരു അവതാര പുരുഷനെയും അവതാര സ്ത്രീകളെയും പോലെയാണ് മാധ്യമത്തിൽ ആങ്കർമാർ പ്രത്യക്ഷപ്പെടുന്നത്. ഒരു ദിവസത്തെ
എല്ലാ കാര്യങ്ങളിലും അവർ തീർപ്പ് കൽപ്പിക്കുകയാണ്. ഞാൻ ആ തീർപ്പിൻ്റെ ഒരു ഉദാഹരണം പറയാം. ഇവിടെ ഒരു ഇടക്കാല തിരഞ്ഞെടുപ്പ് വേണം. എം.ഒ. ജോണാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത്. ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് സെബാസ്റ്റ്യൻ പോളുമാണ്. അപ്പോൾ അന്ന് ഇന്ത്യ വിഷൻ്റെ അന്നത്തെ ആങ്കറും അന്നത്തെ ദൈവവുമായ നികേഷ് കുമാർ, മിസ്റ്റർ ജോണിനെ ഇരുത്തിയൊക്കെ ഉണ്ടാ, മിസ്റ്റർ ജോൺ, 25,000 വോട്ടുകൾക്ക് നിങ്ങൾ ജയിച്ചു കഴിഞ്ഞു, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ജോണിന് ജന്മനാ ബുദ്ധി ഉണ്ടായിരുന്ന കാരണം ജോൺ പറഞ്ഞു, നാളെ അത് വോട്ട് എണ്ണിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ അഭിപ്രായം പറയാം. വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ 25,000 വോട്ടിന് അന്നത്തെ താൻ സെബാസ്റ്റ്യൻ്റെ കൂടെ ഇല്ലേ ഷാജി, സെബാസ്റ്റ്യൻ ജയിച്ചു. ഓർമ്മയുണ്ടല്ലോ. ഒരു ഉളുപ്പുമില്ല അതിനുശേഷം. ഉളുപ്പെന്ന് പറഞ്ഞാൽ ഒരു ഉളുപ്പുമില്ല. അതെ, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം പൂർത്തീകരിച്ചിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഇതാ ഇടതുപക്ഷത്തിൻ്റെ കരുത്തനായ സാരഥിയായി ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇതാ അദ്ദേഹം 25,000 വോട്ടുകൾക്ക് ജയിച്ചിരിക്കുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞത് തെറ്റിപ്പോയി എന്നെങ്കിലും പറയണ്ടേ? പറഞ്ഞേയില്ല. പിന്നെ ഇങ്ങോട്ട് വന്നിട്ടു വാളെടുക്കുന്നവൻ വെളിച്ചപ്പാട് എന്ന നിലക്ക് വെളിച്ചപ്പാടി എന്ന് പറയുക ഇല്ലല്ലേ? സ്ത്രീലിംഗം എന്താണെന്ന് എനിക്കറിയില്ല. മലയാള അധ്യാപകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ത്രീലിംഗം പറഞ്ഞാൽ കൊള്ളാം. വെളിച്ചപ്പാട്, സ്ത്രീകൾ വെളിച്ചപ്പാട്, അവരെയും വെളിച്ചപ്പാടെന്നേ പറയാറുള്ളെന്ന് തോന്നുന്നു. അപ്പോൾ ഈ വെളിച്ചപ്പാട് എന്ന നിലക്ക് എല്ലാവരും വന്നിരുന്ന അവസാനത്തെ വിധിയും കൽപ്പിച്ചിട്ട് പോവുകയാണ്. പിന്നെ വേറൊരു അഭ്യാസമുണ്ട്. എന്തെങ്കിലും പറഞ്ഞു പിടിക്കാൻ അവർ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് പറയുന്ന എല്ലാ കാര്യവും വ്യക്തമായിരിക്കുന്നു. ഞാൻ തൊട്ടടുത്ത അതിഥിയിലേക്ക് പോകുന്നു. ഇവരാരാണ് അതിഥിയിലേക്ക് പോകാനായിട്ട്? എല്ലാ മര്യാദയും ലംഘിച്ചുകൊണ്ടാണ് നടത്തുന്നത്. മാധ്യമപ്രവർത്തനം വിവാദമല്ല, സംവാദമാണ്. എന്താണ് വിവാദവും സംവാദവും തമ്മിലുള്ള വ്യത്യാസം? വിവാദം വാദിച്ചു ജയിക്കലാണ്, സംവാദം അറിയലും അറിയിക്കലുമാണ്. ഇത് വിശ്വസംവാദ കേന്ദ്രമാണല്ലോ. അറിയലും അറിയിക്കലുമാണ്. മാധ്യമപ്രവർത്തനം അറിയുകയും അറിയിക്കുകയും ചെയ്യുന്നതാണ്. അത് സംവാദമായിരിക്കണം. അവസാന വാക്ക് ആരും പറയുന്നില്ല എന്ന് ബോധ്യപ്പെടുത്താൻ കഴിയണം. ഇപ്പം അവസാന വാക്ക് പറഞ്ഞുകൊണ്ടാണ് മാധ്യമങ്ങൾ വരുന്നത്. അതിൻ്റെ ഫലം അവർക്ക് വിശ്വാസ്യതയില്ല എന്നുള്ളതാണ്. അറിയലും അറിയിക്കലിലും ഒരു വിനയമുണ്ട്. അതാണ് സംവാദത്തിൻ്റെ രീതി. ഇന്ത്യയുടെ സംസ്കാരത്തിൻ്റെ രീതി അതാണ്. അതുകൊണ്ടാണ് ഏകം സത് വിപ്ര ബഹുധാ വദന്തി എന്ന് പറയുന്നത്. അതാണ് ഇന്ത്യയുടെ മാധ്യമ പ്രവർത്തനത്തിൻ്റെയും ആധാരശില. സത്യം പല രൂപത്തിൽ ഉള്ളതുകൊണ്ട്, സത്യം കേവല സ്വഭാവത്തിലുള്ളതുകൊണ്ട് അതിനെ പലതായി അറിയുകയും പറയുകയും ചെയ്യാം എന്ന മിനിമം കാര്യം അംഗീകരിച്ചാൽ മാത്രം നിലനിൽക്കുന്നതാണ് മാധ്യമ പ്രവർത്തനം. ഇന്നതല്ല. എന്താണ് അതിൻ്റെ പേര്? ന്യൂസ് റൂം, എന്താണ് അതിനെ പറഞ്ഞ ഒരു പേരുണ്ട്. അതിന് എന്തോ പുതിയൊരു പേര് കൊടുത്തിട്ടുണ്ട്. ഈ ചർച്ച നടക്കുന്ന ആ ചേംബറിനെ, അതിലേക്ക് കയറുന്നതിന് മുമ്പ് എന്ത് വേണമെന്ന് മുൻകൂട്ടി തീരുമാനിച്ചിട്ട് കയറിയാണ്. അവൻ ഇങ്ങനെ പറയണം എന്നാണ് പറയുന്നത്. എന്നിട്ട് പിന്നെ എന്താ ചെയ്യുന്നത്? എന്നിട്ട് പിന്നെ തന്തക്ക് വിളി. ഞാനിത് അക്ഷരാർത്ഥത്തിൽ തന്തക്ക് വിളിക്കുന്നതുകൊണ്ടാണ് പറയുന്നത്. ഇതെങ്ങനെയാണിത് മാധ്യമപ്രവർത്തനമാകുന്നത്? ഇതെങ്ങനെ മാധ്യമപ്രവർത്തനമാകും? മാധ്യമം ഒരു മീഡിയമല്ലേ? അവിടെ വരുന്ന വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുന്നവരല്ലേ? ആ അഭിപ്രായങ്ങളോട് നിങ്ങൾക്ക് വിയോജിക്കാം. പക്ഷേ വിയോജിപ്പിൻ്റെ സ്വരം തൻ്റെ ചാനലിൽ കേൾക്കാനേ പാടില്ല എന്ന ദുശാഠ്യത്തോടു കൂടി തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ മാത്രം കേൾവിക്കാരിലും വരുന്ന പങ്കാളികളിലും അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതി വരുമ്പോൾ
അവിടെ മാധ്യമ പ്രവർത്തനമില്ല, സംവാദമില്ല, വിവാദം മാത്രം. വാദിച്ച് ജയിക്കണം. ഈ വാദിച്ച് ജയിച്ചൊരു കഥയുണ്ട് കേരളത്തിൽ, അതും കേരളത്തിൽ തന്നെ. കാക്കിശ്ശേരി ഭട്ടതിരിപ്പാടിൻ്റെ. കാക്കിശ്ശേരി ഭട്ടതിരിപ്പാട് 4 അടി പൊക്കം, കാക്കക്കറുമ്പൻ. പക്ഷേ ഈ നമ്മുടെ ഉദ്ദണ്ഡ ശാസ്ത്രികളൊക്കെ വന്നിട്ട് കേരളത്തിൽ നിന്ന് അന്ന് സംവാദത്തിൽ ഇവിടെയുള്ള സകല ബ്രാഹ്മണരെയും തോൽപ്പിച്ച് പോകുന്നതിൻ്റെ ദുഃഖം സഹിക്കവയ്യാതെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു തോൽപ്പിക്കാൻ കഴിയുന്ന ഒരുത്തനെ ഉണ്ടാക്കി. അതാണ് കാക്കിശ്ശേരി. അപ്പോൾ ഉദ്ദണ്ഡൻ്റെ 6 അടി പൊക്കം, പൂവമ്പഴത്തിൻ്റെ നിറം, ആര് കണ്ടാലും നോക്കും, ഈ 4 അടി. അപ്പോൾ ഉദ്ദണ്ഡനിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞ് ആകാരോ ഹ്രസ്വ. അപ്പം ഇവൻ പറഞ്ഞ് നഹി നഹി അകാരോ ഹ്രസ്വ ആകാരോ ദീർഘ. അപ്പം തന്നെ ഒരൊറ്റ അടി കൊടുക്കാവുന്നതാണ്. കാരണം ഒരാൾ നിന്ന് അവിടെ ആകാരം എന്ന് പറയുന്ന സമയത്ത് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് എടുക്കുകയാണ്. ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് എടുത്തിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് അറിയാനാണത്. അപ്പോൾ അവൻ പറഞ്ഞ് അല്ലല്ല, അക്ഷരമാലയിൽ അകാരമാണ് ഹ്രസ്വം, ആകാരം ദീർഘമാണെന്ന് പറഞ്ഞിങ്ങനെ വന്ന് അവസാനം പറഞ്ഞോ, എന്ത് പറഞ്ഞാലും പിന്നെ എതിർക്കേനെ. നിൻ്റെ അമ്മ പതിവ്രതയാണെന്ന് പറഞ്ഞപ്പോൾ കാക്കിശ്ശേരി അതിനെയും എതിർത്തു. ഈ പാരമ്പര്യം ഇന്നിപ്പോൾ പിന്തുടരുന്നത് മാധ്യമങ്ങളിലാണ്. എതിർത്ത് പറഞ്ഞാൽ അവൻ പിന്നെ ഇല്ല. വിരുദ്ധാഭിപ്രായത്തോടും വ്യത്യസ്ത അഭിപ്രായങ്ങളോടും അസഹിഷ്ണുത പുലർത്തുന്നൊരു സംസ്കാരം ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ചുരുക്കാം. ഇന്ന് മാധ്യമങ്ങൾ പുലർത്തുന്നത് അസഹിഷ്ണുതയുടെ സംസ്കാരം. സംവാദത്തിൽ നിന്നും വിവാദത്തിലേക്ക് മാറി. വ്യത്യസ്ത അഭിപ്രായങ്ങൾക്ക് ഒരുമിച്ച് കൂടാനുള്ള വേദി എന്നതിൽ നിന്ന് മാറി. വസ്തുതകളെ തമസ്കരിക്കുകയോ വക്രീകരിക്കുകയോ അവഗണിക്കുകയോ ചെയ്തുകൊണ്ട് തങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളും ആഗ്രഹങ്ങളെയും വസ്തുതകളാക്കി അവതരിപ്പിക്കുന്ന രീതി, ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് നഷ്ടപ്പെട്ടത് മാധ്യമങ്ങളുടെ വിശ്വാസ്യതയാണ്. വിശ്വാസ്യത നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ യേശുദേവൻ പറഞ്ഞ ഒരു ഉപമ കൂടി പറഞ്ഞുകൊണ്ട് ഞാനത് നിർത്താം. ഉപ്പ് കാരമില്ലാതായാൽ പിന്നെ എന്ത് ഫലം എന്ന് ചോദിക്കുന്നുണ്ട്. വിശ്വാസ്യത നഷ്ടപ്പെട്ട മാധ്യമം അനാഥമാക്കപ്പെട്ട സ്നേഹം പോലെ വഴിയാധാരമായി തീരും എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. അതിൻ്റെ ഫലമാണ് ഇന്ന് എത്ര പ്രചാരമുണ്ട് പത്രങ്ങളെന്ന് പറഞ്ഞാലും വായിക്കുന്ന എത്ര പേരുണ്ട് റെജി? എത്ര പേരുണ്ട്? പത്രങ്ങൾക്ക് പ്രചാരമുണ്ട്, വായനക്കാരോ എത്ര പേര് വായിക്കുന്നുണ്ട്? പ്രചാരമുള്ള സ്ഥലത്ത് ഞാൻ ഈ പത്രങ്ങളൊക്കെ കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ചെന്ന് വൈകുന്നേരം ചില മീറ്റിങ്ങുകളിലൊക്കെ പോകുമ്പോൾ വീടുകളിലേക്ക് ചായ കഴിക്കാൻ അവർ ക്ഷണിച്ചുകൊണ്ട് പോകുമ്പോൾ രാവിലെ ഇട്ടേക്കണ പത്രം ആ ടീപ്പോയിൽ സിറ്റ് ഔട്ടിൽ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ടാകും. നമ്മൾ എടുക്കുന്ന സമയത്ത് വീട്ടുകാരൻ പറയും, ഇപ്പോൾ പത്രം വായിക്കുന്നത് ഞങ്ങൾ 2 പേരേ ഉള്ളൂ, ഞങ്ങൾക്ക് 2 എന്ന് വെച്ചാൽ അയാളുടെ ഭാര്യയും, ഞങ്ങൾക്ക് 2 പേർക്കും ഇന്ന് സമയം കിട്ടിയില്ല എന്ന് പറയും. പത്രങ്ങളടക്കമുള്ള മാധ്യമങ്ങൾക്ക് ഇന്ന് വിശ്വാസ്യത കുറഞ്ഞതുകൊണ്ടാണ് രാഷ്ട്രീയ ചർച്ചകളും സംവാദങ്ങളും കാണാനും കേൾക്കാനും ആരുമില്ല. അതൊക്കെ പോയി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ഏറ്റവും കുറവ് വ്യൂവർഷിപ്പ് ഉള്ളത് ഇതിനാണ്. വീട്ടിലാണെങ്കിൽ ഇത് വെക്കാൻ ഒരു സ്ത്രീയും സമ്മതിക്കില്ല. കാരണം നിങ്ങൾക്ക് പ്രാന്തുണ്ടോ എന്ന് ചോദിച്ചിട്ട് പാട്ട് പരിപാടിയോ ശരിയല്ലേ, ഞാനിത് പറയുമ്പോൾ അത് കേട്ടവരിയിരിക്കും. കാരണം മറ്റത് പ്രാന്താണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരാളിങ്ങനെ പറയും, മറ്റവൻ പറയും നിൻ്റെ തന്തയുടെ തന്ത, കൈയടിച്ച് അതിന് റേറ്റിംഗ് കിട്ടുമെന്നാണ് പറയണം. തന്തയ്ക്ക് വിളിച്ചാൽ റേറ്റിംഗ് കിട്ടും എന്ന് പറയുന്ന ഒരു സംസ്കാരത്തിലേക്ക് മാധ്യമങ്ങൾ ഈ പോകുന്നു. ഇനി അവസാനം ഒരു കാര്യമേ ചെയ്യാറുള്ളൂ. ഈ പഴയ ഹിന്ദി സിനിമയിലൊക്കെ ഈ സിനിമയുടെ ടെമ്പോ ഇങ്ങോട്ട് താഴേക്ക് പോയി കഴിയുമ്പോഴേക്കും ഹെലൻ എന്ന് പറയുന്ന, ഓർക്കണ്ടില്ലേ, ഹെലൻ എന്ന് പറയുന്ന ഒരു നർത്തകി ഉണ്ടായിരുന്നു. എൻ്റെ പ്രായത്തിലുള്ളവർക്കേ അറിയാൻ പറ്റുള്ളൂ, ബാക്കിയുള്ളവർക്കൊന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ സംവിധായകൻ ഹെലന രംഗത്തേക്ക് ഇറക്കിയിട്ട്
ഹെലൻ വന്നൊരു കാബറെ നൃത്തം നടത്തുന്നതോടുകൂടി ഫിലിമിൻ്റെ ടെമ്പോ വീണ്ടും കറന്ന് നായകനും വില്ലനും വീണ്ടും വരുന്ന രീതിയിൽ. ഇനി മാധ്യമങ്ങൾ ഏറെ താമസിയാതെ അത്തരം ഒരു അവസ്ഥയിലേക്ക് കൂടി പോകില്ല എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് വിശ്വാസ്യത നഷ്ടപ്പെട്ട മാധ്യമമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ളത്. അതിൻ്റെ കാരണങ്ങൾ എൻ്റെ അനുഭവത്തിൽ തോന്നിയതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇതിനോട് വിയോജിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. നമുക്ക് വ്യത്യസ്തരായിരിക്കാം, നമുക്ക് വിയോജിക്കാം, നമുക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ പറയാം. അങ്ങനെ പറയുമ്പോഴും വസ്തുതകൾ ഉണ്ടായിരിക്കണം. വസ്തുതകളോട് കലഹിക്കാതിരിക്കാൻ നമുക്ക് ശീലിക്കാം. നന്ദി, നമസ്കാരം.